മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വൈജയന്തി രാവിലെ തന്നെ എഴുന്നേറ്റ് മുത്തശ്ശിയുടെ റൂമിന്റെ കതകിന് വന്നിട്ട് വൈജയന്തി രാവിലെ തന്നെ മുട്ടുന്നുണ്ട്. കതക് തുറക്കുന്നത് അലീനയാണ്. അലീനയെ കണ്ട ഉടനെ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇന്ന് പോവാനുള്ള ഭാവമൊന്നുമില്ലേ, അല്ലെങ്കിൽ ഇവിടെ തപ്പിത്തടഞ്ഞ് നിൽക്കാനാണോ ഭാവം എന്നൊക്കെ ചോദിക്കുമ്പോഴും അലീന പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. തുടർന്ന് വൈജയന്തി ആണെങ്കിൽ അമ്മയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അവൾക്ക് ഇതിന് മാത്രം എന്ത് ജോലി എവിടെ ചെയ്യാനുള്ളതെന്ന് ചോദിക്കുകയാണേ. അവള് നിന്നെ പോലെയല്ലല്ലോ. അലീനയുടെ മുഖത്തേക്ക് വൈജയന്തി നോക്കുന്ന സമയത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഉച്ചത്തെ ഫുഡും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഇനി കിച്ചണിൽ ഒരു ജോലിയും ഇല്ല എന്നുള്ള കാര്യം അലീന പറയുന്നത് കേൾക്കുമ്പോൾ നിന്റെ അടുത്ത് ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആരും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഇത്രയും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് കേട്ട് വൈജയന്തി ഒരു പുച്ഛത്തോട് കൂടിയിട്ട് മുഖം തിരിഞ്ഞ് അപ്പുറത്തേക്ക് നിൽക്കുവാണേ. അലീന വീണ്ടും തുടരുന്നുണ്ട്, മുഷിഞ്ഞ ഡ്രസ്സുകളെല്ലാം ഞാൻ അലക്കി മുകളിൽ ഇട്ടിട്ടുണ്ട്, മുത്തശ്ശിയെ നാളെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കോളാം എന്നും നിന്നോട് പോവാൻ റെഡിയാവാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ താൻ എപ്പോഴേ റെഡിയാണോ എന്നും ബാഗ് എടുത്താൽ മാത്രം മതി. ഇത് കേട്ട ഉടനെ തന്നെ വൈജയന്തി എന്നാ എടുക്ക്, പിന്നെ എന്താണ് ഇത്ര താമസം. ബാഗുകളെല്ലാം എടുത്ത് അലീന മുത്തശ്ശിയുടെ അടുത്ത് യാത്ര പറയുന്ന രീതിയിൽ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശിയുടെ കൈ പിടിച്ച് നിൽക്കുമ്പോഴേക്കും യാത്ര പറച്ചിലൊന്നും കഴിഞ്ഞില്ല ഇനിയും എന്നുള്ള കാര്യമാണ് വൈജയന്തി ചോദിക്കുന്നത്. പക്ഷെ അത് അവർ രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നില്ല. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ വന്ന പോലെയല്ല മുത്തശ്ശി ഇപ്പോ മിടുക്കിയായിട്ടുണ്ട്, ഇനി കുറച്ചൊക്കെ നടക്കാം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് വൈജയന്തിക്ക് ഒട്ടും സഹിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. കതകങ്ങ് തുറന്നിട്ട് വാ മതി എന്ന് പറഞ്ഞിട്ട് അലീനയെ പിടിച്ചിറക്കുന്ന രീതിയിലാണ് സംസാരം. അലീനയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. റൂമിൽ നിന്ന് അലീന ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ചങ്ക് പൊട്ടുന്ന വേദനയുണ്ട്. അങ്ങനെ അലീനയെ പിടിച്ച് പുറത്താക്കാനുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് വൈജയന്തി ചെന്നിട്ട് മുൻവശത്തെ ഡോറ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ താക്കോല് കാണുന്നില്ല. കുറെ പിടിച്ച് വലിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോക്കാണെന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അലീനയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഡോറിന്റെ താക്കോൽ എവിടെ, ഇന്നലെ കിടക്കാൻ പോകുമ്പോഴും ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ മേലെ തന്നെയാണ് വെച്ചതെന്ന് പറയാണ്. പക്ഷേ അലീനയ്ക്ക് എവിടെയാന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ മൊത്തം തപ്പുന്നുണ്ട് കേട്ടോ, കീ എവിടെയാന്നുള്ള കാര്യം. അതിന്റെ ഇടയ്ക്ക് അലീന ചോദിക്കുന്നുണ്ട്, മാഡം ഇതിന്റെ സ്പെയർ കീ ഇല്ലേ എന്നുള്ള കാര്യം. ഇതിന്റെ സ്പെയർ കീ ബാലചന്ദ്രന്റെ കയ്യിലാന്ന് വൈജയന്തി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് നീ ഈ താക്കോൽ എടുത്ത് മാറ്റിയതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇവിടുന്ന് പോകുന്ന എനിക്ക് എന്തിനാ മാഡം ഇതിന്റെ കീ എന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച് അലീന. അങ്ങനെ വൈജയന്തിയുടെ മനസ്സിൽ ഒരുപക്ഷെ അത് ബാലചന്ദ്രൻ പൂട്ടി വെച്ചതായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ വൈജയന്തി താഴെ നിന്നുകൊണ്ട് ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുക്കള വശത്തെ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈജയന്തി എന്നുള്ള കാര്യം മനസ്സിലാക്കി പുറകെ തന്നെ അലീനയും ചെല്ലുന്നുണ്ടേ. അടുക്കള വശത്തെ ഡോറ് ഓപ്പൺ ആയിരിക്കുന്നു വിചാരിച്ചിട്ട് ആള് കുറ്റിയൊക്കെ തുറന്ന് ആ ഹാൻഡിൽ പിടിച്ചും കണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കുമല്ലോ ആ രീതിയിലാക്കുന്നുണ്ട്. അപ്പോഴാണ് അതും ലോക്കാണെന്ന് മനസ്സിലാവുന്നത്. ദേഷ്യത്തിൽ ആള് പിടിച്ച് ഹാൻഡിൽ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട അലീന പറയുന്നുണ്ട്, ഒത്തിരി അത് പിടിച്ച് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഹാൻഡിൽ കയ്യിൽ പോരും, ഡോറ് ലോക്കാണെന്ന് പറയുന്നുണ്ട്. നിനക്കിതിൽ ഒരു മനസ്സറിവും ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മാഡം എനിക്ക് എങ്ങനെ അറിയാനാ, ഞാനല്ല ഇത് പൂട്ടിയിട്ടത്, ഞാനെന്താ മാഡം കൊച്ചുകുട്ടിയാണോ, ഈ ഡോറ് ലോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാല് എന്തായാലും എനിക്കിവിടെ താമസിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അലീനയുടെ ചോദ്യത്തിന് പിന്നെ തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റാതെ തലകുനിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. തുടർന്ന് വൈജയന്തി ആണെങ്കിൽ ഹാളിലേക്ക് വന്നിട്ട് അലീനയുടെ അടുത്ത് ബാലചന്ദ്രന്റെ അടുത്ത് കീ മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. എനിക്കറിയാം അയാൾ തന്നെയായിരിക്കും എടുത്തു വെച്ചത്, നീ ചെന്ന് മേടിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എന്തായാലും സാറിന്റെ മുന്നിലേക്ക് പോയില്ല എന്ന് പറയാണേ. നീ പോയിട്ട് മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വീണ്ടും അലീനയെ നിർബന്ധിക്കുമ്പോൾ ഞാൻ പോയാൽ ശരിയാവില്ല എന്നാണ് അലീന പറയുന്നത്. നീ പോയി മേടിച്ചെന്ന് വീണ്ടും വൈജയന്തി പറയുമ്പോൾ മാഡം വെറുതെ എന്നെ കുഴപ്പത്തിലാക്കരുത്, ഞാനിവിടുന്ന് പോകാനുള്ള ആളാണ്, മാഡം തന്നെ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലചന്ദ്രൻ തരില്ല, നീ തന്നെ ചെല്ലണോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വൈജയന്തി നിർബന്ധിക്കുന്ന സമയത്ത് അലീന ഞാൻ പോയില്ല എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനുവിനെയാണ് കാണിക്കുന്നത്. മനു രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്ത് പോയി ന്യൂസ് പേപ്പർ ഒക്കെ എടുത്തിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജീവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കൊച്ചച്ച എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ്, നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് മനു പറയുന്നത് കേൾക്കുമ്പോൾ കമലടുത്ത് ഒരു ചായ മനുവിന് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ദാ കൊണ്ടുവരുന്നു എന്ന് കമൽ അവിടുന്ന് പറയാണ്. എടാ ഇവിടെ എന്താണ് ഇംഗ്ലീഷ് പേപ്പർ വരുത്താറില്ലേ എന്ന് രാജീവൻ ചോദിക്കുന്ന സമയത്ത് ഇല്ല, ഞാൻ വല്ലപ്പോഴല്ലേ ഇവിടെ വരാറുള്ളൂ, പിന്നെ അമ്മയും രഞ്ജു ഒന്നും മലയാളം പേപ്പർ തന്നെ വായിച്ചു നോക്കാറില്ല എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ടാണ് കമൽ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് നീ അമ്മയെ കുറിച്ച് കുറ്റം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ
അമ്മയെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, നല്ലത് പറഞ്ഞാന്ന് പറയുന്നുണ്ടേ. ഇത് കേട്ട കമല ഒന്ന് മൂളുന്നുണ്ട്. അമ്മ ഈ പുസ്തകം, പത്രം, മാസിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വായിച്ച് സമയം കളയാറില്ല. അമ്മയുടെ കയ്യിൽ നിന്നും അപ്പോഴേക്ക് ചായ മേടിച്ചിട്ട് കുടിക്കുന്നുണ്ടേ. ചായ കുടിച്ചതിന് ശേഷം നല്ല ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അമ്മയുടെ അടുത്ത് വരണം, അല്ലെങ്കിൽ കടപ്പാട്ടൂരേക്ക് പോണെന്ന് പറയാനേ. ഓ, അവളുടെ ചായ, ആ അലീനയുടെ. എന്തായാലും ഇന്നത്തോടെ അത് തീർന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും രാജീവിന്റെ ഫോണിലേക്ക് വൈജയന്തി വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത ഉടനെ തന്നെ വൈജയന്തിയുടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുന്ന രാജീവിനോട് ഇവിടെ അത്ര നല്ല മോർണിംഗ് അല്ല എന്ന് പറയണേ. എന്താ അലീന പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അവള് പൊക്കോളും, ഉച്ചയ്ക്ക് 12 മണി വരെ സമയമില്ലേ എന്നുള്ള കാര്യം തിരിച്ച് രാജീവ് ചോദിക്കുന്ന സമയത്ത് അതല്ല ഇവിടുത്തെ പ്രശ്നം, പുറത്ത് കടക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയാണേ. വീടിന്റെ മുൻവശത്തെയും അതുപോലത്തെ പിൻവശത്തെയും വാതിൽ പൂട്ടിയിരിക്കുക എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അല്ലാണ്ട് പിന്നെ ആര് പൂട്ടിയിടാനാ? അങ്ങനെ വീടിന്റെ വാതില് എപ്പോഴും പൂട്ടിയിടാൻ വേണ്ടി പറ്റുമോ? അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തു പോകണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിലവിൽ അത് പൂട്ടിക്കിടക്കുവാണ്. എന്തായാലും പുറത്തു പോകാൻ വേണ്ടി പറ്റില്ല. നീ പോയിട്ട് ബാലേന്ദ്രന്റെ അടുത്ത് താക്കോല് ചോദിക്കുക എന്നുള്ള കാര്യം രാജീവ് പറയുമ്പോൾ താൻ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് താക്കോല് കിട്ടില്ല എന്നാണ് വൈജയന്തി പറയുന്നത്. ഒരു കാര്യം ചെയ്യ്, അലീനെ കൊണ്ട് ചോദിപ്പിക്കേ, എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരാം, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. ഫോൺ വെച്ച ഉടനെ തന്നെ രാജീവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വീട് പൂട്ടിയിട്ടല്ലേ എന്ന്. ഇതുകൊണ്ടാണ് കൊച്ചച്ഛൻ ഞാൻ പറഞ്ഞത്, കൊച്ചച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും ഈ പ്രശ്നം തീരാൻ വേണ്ടി പോകുന്നില്ല. വല്യച്ഛൻ വിചാരിച്ചിട്ട് നടന്നു ഈ പ്രശ്നം താൻ തീർക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് രാജീവ്. തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ എന്നുള്ള കാര്യം കൂടി രാജീവൻ പറയുന്നത് കേൾക്കുമ്പോ കൊച്ചച്ഛൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പ്രശ്നങ്ങൾ. അവിടെ അടിത്തട്ടില് വേറെ എന്തോ ചെയ്യുന്നുണ്ട്, അല്ലാതെ അലീനയല്ല. എന്തോന്ന് അടിത്തട്ട്, നീ പോടാ മനു എന്ന് പറഞ്ഞിട്ട് ആ കാര്യം പുച്ഛിച്ച് തള്ളുകയാണ് കേട്ടോ ചെയ്യുന്നത് രാജീവൻ. അവളെ ഞാൻ എന്തായാലും അവിടുന്ന് അടിച്ചിറക്കും എന്നുള്ള രാജീവന്റെ വാക്ക് കേൾക്കുമ്പോ വീട് പൂട്ടിയിട്ടിരിക്കല്ലേ കൊച്ചച്ച എന്ന് മനു ചോദിക്കുന്നുണ്ടേ. JCB വെച്ച് ഞാൻ തകർത്തിട്ടാണെന്നുണ്ടെങ്കിലും അവളെ ഞാൻ അവിടുന്ന് പറഞ്ഞു വിടും. കൊച്ചച്ച ഞാൻ എന്തായാലും അവിടെ ഒന്ന് പോയിട്ട് സംസാരിക്കട്ടെ എന്ന് മനു പറയുന്നത് കേൾക്കുമ്പോ നീ കുറെ സംസാരിച്ചതല്ലേ, ഇനി എന്തായാലും അത് വേണ്ട. രാജീവിനെ ഒന്നുകൂടി മൂച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കമലയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, ഇത് അങ്ങനെ വിട്ടുകൊടുക്കരുത് രാജീവേ, തകർത്ത് അടിക്കണം എന്നുള്ള കാര്യം പറയുമ്പോ അമ്മ ഒന്ന് പോയേ, തകർക്കണം പോലും. അമ്മയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോ കമലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മനുവിന്റെ അടുത്ത്. മനു കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ മേടിച്ചിട്ട് കമല അങ്ങ് പോവാണ്. തുടർന്ന് വീണ്ടും ബാലേന്ദ്രന്റെ വീടാണ് കാണിക്കുന്നത്. അലീനയ്ക്ക് അരികിലേക്ക് ചെല്ലുമ്പോ അലീനയാണെന്നുണ്ടെങ്കിൽ ഹാളിൽ തന്നെ നിപ്പുണ്ട്. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാന് വാതിൽ തുറന്നു കഴിഞ്ഞാൽ പോവാൻ വേണ്ടി നിൽക്കുക എന്നുള്ള കാര്യം പറയാണേ. അതിന് വേണ്ടിയിട്ടല്ലേ നിന്റെ അടുത്ത് ബാലചന്ദ്രന്റെ അടുത്ത് പോയിട്ട് താക്കോല് മേടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാന് കീയും ചോദിച്ചിട്ട് ബാലേന്ദ്രൻ സാറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ എനിക്ക് കീ എന്നുള്ള കാര്യം ചോദിക്കും. പോകാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിടില്ല എന്ന് പറയാണേ. നിന്നെ എന്താ അയാൾ അവിടെ പിടിച്ചു വെക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്തായാലും ചെന്നിട്ട് താക്കോല് ചോദിക്കേ, എന്നിട്ട് അയാൾ തന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോര്, ബാക്കി കാര്യങ്ങൾ രാജീവ് നോക്കിക്കോളും. ഞാൻ സാറിന്റെ അടുത്ത് പോവാതിരിക്കുന്നത് നല്ലതെന്നുള്ള കാര്യം അലീന പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നീ അങ്ങ് ചെയ്താൽ മതി, അല്ലാതെ നീ കൂടുതൽ തീരുമാനമൊന്നും എടുക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അലീനയെ ബാലചന്ദ്രന്റെ അരികിലേക്ക് പറഞ്ഞു വിടുവാണേ. ബാലചന്ദ്രൻ മുറിയിൽ ഫ്രഷ് ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് അലീന വന്നിട്ട് കതകിന് മുട്ടുന്നത്. സർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വരാ എന്ന് പറയുന്നുണ്ട്. കതക് തുറന്ന് ഉള്ളോട്ട് വരുന്ന അലീനയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ രാവിലെ തന്നെ, ഞാൻ വിളിച്ചില്ലല്ലോ, ഒരു കടുപ്പത്തില് ചായ കിട്ടാൻ വല്ല വകുപ്പുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അലീനയാണെന്നുണ്ടെങ്കിൽ മടിച്ച് പറയുന്നുണ്ട് സർ എന്റെ ഇവിടുത്തെ ജോലി അവസാനിച്ചു. അതെങ്ങനെ അവസാനിക്കുന്നത്? ഞാൻ നിന്നെ പറഞ്ഞു വിട്ടില്ലല്ലോ. സാറ് പറഞ്ഞില്ല, പക്ഷെ മാഡം ആവശ്യപ്പെട്ടു, സാറിന്റെ മക്കൾ ആവശ്യപ്പെട്ടു, മുത്തശ്ശിയും എന്റെ അടുത്ത് ഇവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഈ വീട്ടില് ഗൃഹനാഥൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാള് തീരുമാനിക്കട്ടെ. പിന്നെ നീ ഈ പറഞ്ഞ മുത്തശ്ശി ഉണ്ടല്ലോ, അത് ഇവിടുത്തെ അംഗമല്ല. കമലയുടെ ആട്ടുതൂപ്പ് കൊണ്ടിട്ട് വയസ്സാം കാലത്ത് കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ചെലവ് കൊടുക്കുന്ന ആ സ്ത്രീ ഇവിടുത്തെ വെറും അഭയാർത്ഥി മാത്രമാണ്. അവർക്ക് എന്റെ വീട്ടിലെ തീരുമാനം പറയാൻ വേണ്ടിയിട്ട് എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് മാഡത്തിന്റെ ബ്രദർ ഇന്നലെ വന്ന് എന്നോട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് 12 മണിക്ക് മുമ്പ് ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. ഇത് കേട്ട ബാലചന്ദ്രനാണെന്നുണ്ടെങ്കിൽ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് നോക്ക് അലീനെ, നീ വെറുതെ പോഷത്തരം പറയരുത്, നിന്റെ തലയിൽ കളിമണ്ണൊന്നുമല്ലല്ലോ, ഇത് ഞാൻ പണിത വീടാണ്, ഞാൻ കരം കൊടുക്കുന്ന വീട്, ഞാൻ കിട്ടിയ ഭാര്യ, ഞാൻ സൃഷ്ടിച്ച മക്കൾ, ഞാൻ ചെലവിന് കൊടുക്കുന്ന കുടുംബാംഗങ്ങൾ. ഇവിടെ വന്ന് കൽപ്പിക്കാനും അതുപോലെ തന്നെ പ്രസംഗിക്കാനും ഒക്കെ ആരാണ് ആ പട്ടിക്ക് അധികാരം കൊടുത്തത്? ഞാൻ എന്തായാലും അധികാരം കൊടുത്തിട്ടില്ല. അതൊക്കെ അയാൾ കൊല്ലപ്പള്ളി വീട്ടിൽ അധികാരം കാണിച്ചാൽ മതി, അത് ഇവിടെ നടക്കില്ല. സർ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തില് എന്നെ ഇടയിലിട്ട് നെരുക്കല്ലേ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നെരുങ്ങാൻ തയ്യാറായിട്ട് വന്നവളല്ലേ നീ, നെരുങ്ങിയേ പറ്റുള്ളൂ, സൂത്രത്തിൽ അങ്ങനെ രക്ഷപ്പെട്ട് പോയി കളയാന്നൊന്നും നീ വിചാരിക്കണ്ട. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ടേ.
തുടർന്ന് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ എല്ലാം തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് അലീന കൈകൂപ്പി പറയുന്നുണ്ട്, സർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവിടെ എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, എന്റെ വീട് പോലെ തന്നെയാണ് ഞാൻ സൂക്ഷിച്ചത്, അതിനെ എന്നെ ശിക്ഷിക്കില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നിനക്ക് മതിയായോ? മതിയായി, ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛന്റെ സ്ഥാനത്താണ് നീ എന്നെ കണ്ടതെന്ന് പറഞ്ഞിട്ട് ആ എന്നെയും നിനക്ക് വേണ്ടെന്ന് ചോദിക്കുകയാണെ ബാലചന്ദ്രൻ. സർ ഞാനാണ് ഈ വീട്ടിലെ പ്രശ്നം, ഞാൻ ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള കാര്യം മനുവേട്ടനടക്കം പറയുന്ന സമയത്ത് പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല സർ. നീ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, നിനക്ക് ഉറപ്പുണ്ടോ തീരോ എന്നുള്ള കാര്യം കൈ ചൂണ്ടി ചോദിക്കുന്ന സമയത്ത് ഞാൻ പോയി നോക്കാം, അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് അലീന തിരിച്ചു ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ഫോണും പിടിച്ചിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. സർ വീടിന്റെ താക്കോല് അത് പൂട്ടിയിരിക്കുക എന്നുള്ള കാര്യം അലീന പറയുമ്പോ ആ ശരിയാണ്, ഞാനത് മറന്നുപോയി, ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചു കിടക്കാൻ മാത്രമുള്ള തെറ്റൊന്നും നീ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ചെയ്തതെന്നും കൂടി പറയുന്നുണ്ടേ. തുടർന്ന് കീ എടുത്തിട്ട് അലീനയ്ക്ക് നേരെ നീട്ടിയിട്ട് മുൻവാതിലൂടെയും പിൻവാതിലൂടെയും പോകാം, രണ്ടിന്റെ കീ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അലീനയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുന്നത്. ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും ആ കീ മേടിക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ പോയിട്ട് ആ ചെയറിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അരികിലേക്ക് ചെന്ന് അലീന പറയുന്നുണ്ട്, സർ എന്നോട് ക്ഷമിക്കണം. ശരി എന്ന ഹോട്ടലിൽ തലയാട്ടുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അപ്പോഴും ഫോണിൽ തന്നെയാണ് ആളുടെ കൈയുള്ളത്. അലീന തിരിഞ്ഞങ്ങ് നടക്കുന്ന സമയത്താണ് ആ ഫോൺ റെക്കോർഡിംഗ് അങ്ങ് ഓൺ ആക്കുന്നത്. റെക്കോർഡിംഗ് കേട്ടിട്ട് അലീന ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇവിടുന്ന് പോവാണ് എന്നും, അതുപോലെ തന്നെ അമ്മയും കൂടപ്പറപ്പുകളല്ലേ തെറ്റ് ചെയ്തത്, ഞാൻ വന്നതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെയാ പറയുന്നത്. ഇത്രയും നാള് ഞാൻ സഹിച്ചു നിന്നത് അമ്മയും കൂടപ്പറപ്പും ആയതുകൊണ്ടാണ്. എല്ലാവരോടും യാത്ര പറയണം, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ സാറിനോട്. എന്നോട് ഒട്ടും സ്നേഹം കാണിക്കില്ല എന്ന് വിചാരിച്ച ആളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും തന്നത്. ഒരു നന്ദി വാക്ക് പറയണ്ടേ, പിന്നെ മനുവേട്ടനല്ലേ തന്നെ കൊണ്ടുവന്നത്, മനുവേട്ടനോടും യാത്ര പറയണം. ചേച്ചി അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ആ പെരട്ട തള്ളേന്റെ അടുത്ത് 2 വാക്ക് പറയണം. അതും മാറ്റി നിർത്തിയിട്ട് ഞാൻ ആരാന്നുള്ള കാര്യം അറിയോ? 22 വർഷം മുമ്പ് നിങ്ങളെ പെറ്റ് തള്ളിയ സന്തതിയാണ് ഞാൻ. നിങ്ങളെ ഒന്ന് അമ്മയെന്ന് വിളിക്കാനും നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളെ കൂടെ താമസിക്കാനും വേണ്ടി കൊതിച്ചു വന്ന മകളാണ് ഞാൻ. തൃപ്തിയായി, എന്തായാലും നിങ്ങളെ ഇനി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം ചേച്ചി അവിടുന്ന് ഇറങ്ങാൻ എന്നുള്ള കാര്യം പറഞ്ഞതെല്ലാം ഫോണിലെ റെക്കോർഡിംഗ് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ബാലചന്ദ്രനാണെങ്കിൽ കണ്ണിങ്ങനെ അടച്ചിട്ട് ഇരിക്കുക ചെയ്യുന്നത്. അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചങ്ക് പൊട്ടുന്ന വേദനയിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുക.